ഗൈസ് ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. ഇങ്ങനെ റോട്ടിലും വെള്ളം തന്നെ. ഞാൻ വിചാരിച്ച ട്രൗസർ ഇട്ടിട്ട് വരായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുള്ളുപാടത്തേക്ക് കേട്ടോ പോകണം. അപ്പോൾ പോണേക്കാളും മുമ്പ് എന്തെങ്കിലും ഞം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മധുരൈ ടീ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഞാനുണ്ട്, ഭാർഗവൻ്റെ കുട്ടുണ്ട്, അച്ഛൻ്റെ ഇപ്പം വരും. നമ്മളിവിടെ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗൈസ് അപ്പോൾ നല്ല അടിപൊളി ദോശ കഴിച്ച് ഇനി നമ്മൾ നേരെ കാറിൽ കയറാണ്. നേരെ ടു ഫുള്ളാണ് നെക്സ്റ്റ് പ്ലാൻ കേട്ടോ. മുടിയൊക്കെ നേരെ ഉറങ്ങി കുളിച്ചിട്ട് വേഗം വെപ്രാളപ്പെട്ട് വന്നതായിരുന്നു. പൊടി തട്ടിയിട്ട് ഓ നീ ക്ലീൻ ചെയ്തേ. ഗൈസ് ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. ഇങ്ങനെ റോട്ടിലും വെള്ളം തന്നെ. ഞാൻ വിചാരിച്ച ട്രൗസർ ഇട്ടിട്ട് വരായിരുന്നു. നടക്കല്ലേ, അങ്ങനെ നടക്കാന്ന് വിചാരിച്ച്. ഹായ് ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ. അവൻ ബുദ്ധിക്ക് കളിച്ച് ഞങ്ങളൊക്കെ പാൻറ് ഇട്ടിട്ട് കഷ്ടപ്പെട്ട് മടക്കി വെച്ചു. ഷോർട്സ് ഇട്ടേ ചെരുപ്പ് കൂലി ചെരുപ്പ് നാശാവില്ല. മറ്റേ മുട്ടുള്ള പോലത്തെ നല്ല സ്പോഞ്ച് പോലെയാവും. സ്പോഞ്ച് പോലെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിറങ്ങാൻ പറ്റും. ഹായ് ഹായ്. എനിക്ക് തന്നെ കിട്ടും. ശരിക്കുള്ള തോട് ആ ഭാഗത്താണ്. അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, വെള്ളമൊക്കെ തെറിപ്പിച്ച് കാണാൻ. നമ്മൾ കാറായതുകൊണ്ട് അവിടെ സൈഡാക്കിയിട്ട് നടന്നു. ഇതേനാ വണ്ടി. ആ അവിടെ റോഡ് ഉണ്ടടാ, അവിടേക്ക് റോഡ് ചേട്ടാ വരുന്നു. ബൈക്ക് പിന്നെയും പോകും തോന്നുന്നുണ്ടല്ലേ. എൻജിൻ കുറച്ച്. എൻ്റെ സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ എപ്പം നിന്നും ചോദിച്ചാൽ മതി. സ്കൂട്ടിയിൽ പെട്ടെന്ന് വെള്ളം കയറി അത് വല്ല കുഴിയിൽ വീണാൽ തന്നെ അത് ഓഫാവും. അങ്ങനത്തെ ഒരു സ്കൂട്ടി. പിന്നെ വണ്ടി ഒന്നും എടുത്തില്ല എന്ന് വിചാരിക്കും. 2 മഴ കൊണ്ടുപോവാ വണ്ടി. പിന്നെ ഒരു 20 മിനിറ്റ് വണ്ടിക്ക് വേണ്ടി മാറ്റിക്കണം ഓണാക്കാൻ വേണ്ടി. അയ്യോ അവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നിടാ. ഓ അവരൊക്കെ ഫാമിലി ആയിട്ട് വന്ന് നല്ല എൻജോയിങ്. കുളി കഴിഞ്ഞ് എന്തല്ലേ സെറ്റപ്പ്. ഒന്ന് കാർ കഴുകിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എടുത്താനല്ലേ. കഴുകിപ്പോയി. അവിടെ നിന്ന് വണ്ടികളൊക്കെ ഓഫായ വണ്ടികളാണെന്ന് തോന്നുന്നു. കിട്ടിയില്ലേ ഗൈസ്. അവൻ്റെ നമ്പർ പ്ലേറ്റ് വരണ വഴി അവിടെ വീണു. അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അതിപ്പോൾ തന്നെ കണ്ടത്. ഓ ആ മരവും വീണടാ. വലിയ മരങ്ങൾ. ഞാൻ ഇപ്പം 2ാമത്തെ വരാ വീണ കാണുന്നു. ശരിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു താമരക്കുളമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഫുള്ള് വെള്ളമായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ വരെ പോയിട്ട് ആ വലിയ തോട് വരെ പോയിട്ട് തിരിച്ചു വരാന്നുള്ളൂ. ഇവിടെ വല വിരിക്കുന്നുണ്ട്. മീൻ വല്ലതുണ്ടാണാവോ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടാവണോ ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ? ആ അതെ ഇഷ്ടം പോലെ മീൻ. വലിയ മീനൊക്കെ ഉണ്ട്. മീനുണ്ട്. പാമ്പ് പോലത്തെ മീൻ കണ്ട. അത് മലിഞ്ഞേൻ പറയും. വലരുള്ളിലൊക്കെ മീൻ.
നല്ല വെള്ളമുണ്ട്, ബോട്ടിന്റെ മുകളിൽ വെള്ളമുണ്ട്. ഇനി അങ്ങോട്ട് നോ എൻട്രി ഒക്കെയാ. അവിടെ അച്ഛ അവിടെ എത്തിയിട്ടുള്ളോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇക്കൂടെ ഒക്കെ അങ്ങനെ വെറുതെ നടന്നു പോകാനൊക്കെ ഇതുവരെ കാണാത്തതൊക്കെ പോലത്തെ ഒരു എക്സ്പീരിയൻസ്. ഇനിയിപ്പം അങ്ങോട്ട് പോകണ്ടല്ലോ, അവിടെ വലിയൊരു ഇതൊക്കെയാ, തോടും. അവിടെ താഴ്ചയുണ്ട്. താഴ്ചയുണ്ടോ? ഓ ഓ ഓ, വിശക്കുണ്ടോ അതെനിക്ക്? അങ്ങനെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ടാവും, ഇങ്ങനെ അങ്ങോട്ട് വെള്ളം കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഈ വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ താമസിക്കണവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അത് വെച്ച് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. നല്ല ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കിട്ടു ലുക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർ താമസിക്കണവർക്ക് അറിയാമല്ലോ ഇവരുടെ വിഷമമൊന്നും. അത് നമുക്കറിയാട്ടോ, കാരണം നമ്മുടെ വീടിന് അവിടെ മഴ പെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറാനുള്ളത്. അപ്പോൾ നമുക്കും അറിയാം അതിൻ്റെ. ഈ മാക്സിമം ഇങ്ങനെ വെള്ളം കൂടാണ്ട് ഇനി കുറയട്ടെ, കാരണം ഇന്ന് വെയിലൊക്കെ ഉണ്ട്. ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ടടാ, എന്ത് രസമാണെന്നറിയോ. അങ്ങനെ അത് മീനൊക്കെ ഉണ്ട് നടക്കണ വഴി, ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വണ്ടിയൊക്കെ കൊണ്ട് കാണാമെന്ന് വിചാരിക്കണവർക്കൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൈദ്യുതി എൻ്റെ അച്ഛനൊന്നും കണ്ടില്ല, അച്ഛൻ അവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാനില്ല, പോയി കണ്ടുപിടിക്കണം ഇനി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ.